ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വൈക്കിങ്സ് എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡമായിട്ടുള്ള വെബ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നോക്കാൻ പോകുന്നത്. എൽ ഹെറോൾസൺ കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരുടെ അടുത്തും ഈസ്റ്റ് സൈഡിൽ തന്നെ പോയിട്ട് റെയ്ഡ് ചെയ്യാൻ പറഞ്ഞു, അതായത് കൊള്ളയടിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ റാഗ്നർ ലോഡ് ബ്രോക്കിന്റെ ആണെങ്കിൽ എൽ ഹെറോൾസൺ ഇങ്ങനെ പറഞ്ഞതൊന്നും ഒട്ടും ഇഷ്ടമായില്ല. ഇപ്പോൾ റാഗ്നർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫ്ലോക്കിയുടെ സഹായത്തോടു കൂടി ഒരു ബോട്ട് ഉണ്ടാക്കി ആ ബോട്ടിനെ ഇവരെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യും. റാഗ്നറും റോളോയും ഫ്ലോക്കിയും കൂടെ ഇങ്ങനെ ആ ബോട്ടിനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂരത്തിൽ നിന്ന് ഒരാൾ ആ ബോട്ടിനെ ഇങ്ങനെ നോക്കും. ഇതാണ് ആ ഏളിൻ്റെ സ്പൈ. ഇവിടെ വെച്ച് എപ്പിസോഡ് 1 കഴിയുന്നു. ഇപ്പം നമുക്ക് എപ്പിസോഡ് 2 നോക്കാം. സീസൺ 1 എപ്പിസോഡ് 2 റോത്ത് ഓഫ് ദ നോർത്ത് മാൻ. തുടക്കത്തിൽ തന്നെ റോളോ പറഞ്ഞതുപോലെ തന്നെ റൈഡിന് പോകാനായിട്ട് ക്രൂ വേണമല്ലോ, അതിനു വേണ്ടിയുള്ള ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരും. ഇപ്പോൾ റോളോയും റാഗ്നറും കൂടെ ആ ആളുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകും. ഈ സ്ഥലത്ത് കുറേ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഇവരാരാണ് എന്താണ് എന്നുള്ളതൊക്കെ കഥ പോകും തോറും നമുക്ക് പരിചയപ്പെടാം. ഈ നന്നായിട്ട് മുടി വളർത്തിയിട്ടില്ലേ, ഇദ്ദേഹത്തിന്റെ പേരാണ് എറിക്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു എറിക് ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹം മരിച്ചുപോയി. ഇദ്ദേഹത്തിന്റെ പേരും എറിക്കാണ്. ഇദ്ദേഹത്തെ ഒന്ന് നന്നായിട്ട് ഓർമ്മ വെച്ചോളൂ. അദ്ദേഹത്തിനൊരു മകൻ കൂടി ഉണ്ട്, ഇവന്റെ പേരാണ് ലിഫ്. ഇപ്പോൾ റാഗ്നർ എല്ലാവരുടെ അടുത്തും വിശദീകരിച്ച് പറയും, നമ്മളെല്ലാവരും കൂടെ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വെസ്റ്റിലോട്ട് പോവാണ് എന്ന് പറഞ്ഞ് പറയും. അത് മാത്രമല്ലാതെ ഏളിൻ്റെ സമ്മതമില്ലാതെ ഏളെ അറിയാതെയാണ് നമ്മളെല്ലാവരും പോകാൻ പോകുന്നത്. നമുക്ക് പോകാനായിട്ടുള്ള ബോട്ടൊക്കെ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. ആരൊക്കെ എൻ്റെ കൂടെ വരുന്നോ അവരെല്ലാവരും എൻ്റെ കൂടെ വന്നോളൂ. അത് മാത്രമല്ലാതെ ഈ കാര്യങ്ങളെല്ലാവരും നമ്മളല്ലാതെ വേറെ ആരും തന്നെ അറിയാനേ പാടില്ല എന്ന് പറഞ്ഞ് റാഗ്നർ പറയും. അപ്പോൾ അവിടെ ഒരാളിങ്ങനെ മിണ്ടാതെ നിൽക്കും. ഇദ്ദേഹത്തിൻ്റെ പേരാണ് കനൂട്ട്. ഇപ്പോൾ കനൂട്ടിനോട് പോയിട്ട് റാഗ്നർ ചോദിക്കും, കനൂട്ട് നീയും ഞങ്ങളുടെ കൂടെ ബോട്ടിൽ വെസ്റ്റിലോട്ട് വരില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ കനൂട്ടും കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനും നിങ്ങളുടെ വരാമെന്ന് പറഞ്ഞ് പറയും. ഈ പാസ് സ്പൈ നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ഏൾ ഹെറോൾസന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയും. അതായത് റാഗ്നർ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ക്രൂ ഉണ്ടാക്കി ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്, അതായത് ഇതുപോലെ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്ന ഏളും, നീ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, നീ ഇവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ വൈഫിനെ എങ്ങനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് എൻ്റെ വൈഫിനെ ഇഷ്ടമായെങ്കിൽ നീ എന്നോട് പറഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് ഏളിങ്ങനെ പറയും. ഇപ്പോൾ റാഗ്നറും ക്രൂ ആയിട്ടുള്ള ഗൂഢാലോചന എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകും. അപ്പോൾ ലഗാർത്തിയോട് പറയും, നാളെ ഇതുപോലെ ഞാൻ വെസ്റ്റിലോട്ട് പോവാണ് എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ ലഗാർത്തിയും ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയും. ഹോ അങ്ങനെയോ, നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെയൊക്കെ ആരാണ് നോക്കുന്നത്? അത് മാത്രമല്ലാതെ നമ്മുടെ കൃഷിഭൂമിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഏള് വന്ന് ഇതെല്ലാം എടുക്കും. ഇത് കാരണം കൊണ്ട് റാഗ്നർ ലഗാർത്തിയോട് നീ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ് പറയും. പക്ഷെ ലഗാർത്തിയാണെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കുന്നത് പോലെ അവളെ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോൾ റാഗ്നർ, ഹോ അങ്ങനെയാണെന്ന് വെച്ചാൽ നീ പോയിക്കോ, ഞാൻ ഇവിടെ നിന്ന് കുട്ടികളും കൃഷിഭൂമിയൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ പറയും. ഇപ്പൊ ഏളിന്റെ സ്പൈനെ കാണിക്കും. അവൻ ഇതുപോലെ ഏളിന്റെ വൈഫ് സുഗിയുടെ കൂടെ ഒരുമിച്ച് രണ്ടുപേരും കൂടെ ഇരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആ ഏള് ചെയ്യും. ഇപ്പൊ സ്പൈയും ഇതുപോലെ പോയിട്ട് നന്നായിട്ട് സുഖിക്കാമെന്ന് പറഞ്ഞ് പോയതും അപ്പൊ തന്നെ സുഗി ആ സ്പൈന്റെ മുഖത്തിന് കുത്തുകുത്തും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു കെണിയാണ്. ഈ ഏളിന്റെ സ്പൈയില്ലേ, ഇവൻ ഏളിന് വിശ്വാസത്തോടു കൂടിയാണോ ഉള്ളത് എന്ന് പരിശോധിച്ചിരിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ ഈ സ്പൈ തോറ്റുപോയി. ഇപ്പൊ ഏള് അവിടെയുള്ള ആ സ്പൈനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പറയും. ഇത് കേൾക്കുന്ന ഏളിന്റെ കൂടെയുള്ളവൻ, ഇവന്റെ പേരാണ് സ്വൈൻ ആ സ്പൈനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കത്തിയും കൊണ്ട് കുത്തി കൊല്ലും. ഇതേ സമയത്ത് വീട്ടിൽ ലഗാർത്തയാണെങ്കിൽ നല്ല ദേഷ്യം വന്ന് റാഗ്നറിനെ ഇട്ട് നല്ല അടിയടിക്കും. എന്താണെന്ന് വെച്ചാൽ റാഗ്നർ ഇതുപോലെ കൂട്ടിക്കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞത് കാരണം കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടി. റാഗ്നറിന് ഈക്വൽ ആയിട്ട് തന്നെയാണ് ലഗാർത്തെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഒരു കെട്ടതിന് ശേഷം വാളൊക്കെ എടുത്ത് യുദ്ധം ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നി ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും തന്നെയാണോ എന്ന്. ഇപ്പൊ പെട്ടെന്ന് മകൻ ബിയാൻ വന്ന് ഇവർ രണ്ടുപേരെയും പിരിച്ചുവിട്ട് ഇങ്ങനെ സമാധാനപ്പെടുത്തും. ഇപ്പോൾ സുഗി ഏളിനോട് പറയും, നമ്മളെ ചുറ്റിയും എല്ലാവരും ദ്രോഹികൾ മാത്രമാണ് ഉള്ളത്, ആരെയുമേ വിശ്വസിക്കാനേ പറ്റുന്നില്ല, നമ്മൾ വേണം എപ്പോഴും എല്ലാവരെയും ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. ഇപ്പം അടുത്ത ദിവസം ആദ്യം തന്നെ റാഗ്നർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ആ ബോട്ടുള്ള സ്ഥലത്തേക്ക് പോകും. റാഗ്നർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വരും, ഒരാളൊഴികെ. ആ ഒരാളുടെ പേരാണ് കനൂട്ട്. റാഗ്നറും എവിടെ എൻ്റെ ആങ്കർ എന്ന് പറഞ്ഞ് ഫ്ലോക്കിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ പറയും. അപ്പം പറയും, ഞാൻ പറഞ്ഞ സമയത്ത് എന്തായാലും ആങ്കർ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പം തന്നെ ഇങ്ങനെ ആങ്കറും ഇങ്ങനെ കൊണ്ടുവരും. എപ്പോഴും ഒരു ദൂരയാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് വൈക്കിങ്സ് എപ്പോഴും അവരുടെ ചടങ്ങുകളൊക്കെ ചെയ്യും. ആ ചടങ്ങുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോക്കിക്കാണെങ്കിൽ ഒരു സ്ലീവ് ഗേൾ ഉണ്ട്, അതായത് ഒരു അടിമ പെണ്ണ്. അവളിങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ആ വെള്ളത്തിൽ ഫ്ലോക്ക് ഇങ്ങനെ കാർക്കിച്ച് തുപ്പും. എന്നിട്ട് മൂക്കിലെ ചളിയൊക്കെ അതിലാക്കും. എന്നിട്ട് ആ വെള്ളം കൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കഴുകും. റാഗ്നറും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. റോളോയും പിന്നെ അവിടെയുള്ള എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും.
ഇങ്ങനെ ഈ ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റോളോയ്ക്കാണെങ്കിൽ ഫ്ലോക്കിയുടെ ആ സ്ലീവ് ഗേളിൻ്റെ മേലൊരു കണ്ണ്. റോളോ ഈ ചടങ്ങുകളെല്ലാം ചെയ്തതിന് ശേഷം ആരും കാണാതെ ആ സ്ലീവ് ഗേളിൻ്റെ അടുത്ത് പോയിട്ട് അവളെ ഇങ്ങനെ റേപ്പ് ചെയ്യും. റോളോയുടെ സ്വഭാവം തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സും. ഇപ്പം എല്ലാവരും കൂടെ ചേർന്ന് ഫ്ലോക്കി ഉണ്ടാക്കിയ ബോട്ടിൽ കയറി വെസ്റ്റ് ഡയറക്ഷനിലോട്ട് ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പം എല്ലാവരും കൂടെ ബോട്ടിൽ കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ആ കനൂട്ട് മാത്രം വന്നിട്ടില്ലല്ലോ. കനൂട്ട് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ അവൻ ഇപ്പോൾ ഏളിൻ്റെ അടുത്ത് പോയിട്ട് റാഗ്നറും അവൻ്റെ കൂടെയുള്ള എല്ലാവരും കൂടെ ഒരു ബോട്ടുണ്ടാക്കി വെസ്റ്റിലോട്ട് പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. എല്ലാവരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റാഗ്നർ ഇങ്ങനെ സൺബോട്ട് എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കും. വെസ്റ്റ് ഡയറക്ഷൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ ഡയറക്ഷനിൽ തന്നെ. ഇപ്പോൾ ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ഇടിയും മിന്നലൊക്കെ പൊട്ടി ഇപ്പം നന്നായിട്ട് മഴയൊക്കെ പെയ്യും. ഇപ്പം നന്നായിട്ട് ഇങ്ങനെ കൊടുങ്കാറ്റൊക്കെ അടിക്കും. ആ ബോട്ടിലുള്ള എല്ലാവരും പായൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടി ആ ബോട്ടിൽ ഇങ്ങനെ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് വേറൊരു നിലപ്പരപ്പിൽ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ ഒരു പ്രീസ്റ്റ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ആത്തലിസ്റ്റൻ. ഇപ്പം ഈ ആത്തലിസ്റ്റൻ്റെ മനസ്സിലാണെങ്കിൽ എന്തൊരു അപകടം വരാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തോന്നും. അപ്പോൾ തന്നെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് അവിടെയുള്ള ഫാദറിനോട് പോയിട്ട് ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്ന ഫാദർ, നീ എന്തിനാണ് ഇങ്ങനെ അപശകുനമായിട്ട് സംസാരിക്കുന്നത്? അങ്ങനെ ഒരു അപകടവും നമുക്കിപ്പോൾ വരാൻ പോകുന്നില്ല. നീ പോയിട്ട് റൂമിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഫാദർ ആത്തലിസ്റ്റിനോട് പറയും. റാഗ്നറിന്റെ ബോട്ടിന് ആങ്കർ ഉണ്ടാക്കി കൊടുത്ത ഒരുത്തനുണ്ട്. ഇവന്റെ പേരാണ് ബ്ലാക്ക് സ്മിത്ത്. ഈ ബ്ലാക്ക് സ്മിത്തിനെ കാണാനായിട്ട് ഏള് വരും. എന്നിട്ട് ചോദിക്കും, നീയാണോ റാഗ്നറിനെ സഹായിച്ചത്? അപ്പോൾ തന്നെ ഈ ബ്ലാക്ക് സ്മിത്തും അല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. ഹോ, അങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ നിന്റെ മോളെ കൂട്ടിക്കൊണ്ടു പോവാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അതെ ഞാനാണ് അവനെ സഹായിച്ചത് എന്ന് പറഞ്ഞ് ബ്ലാക്ക് സ്മിത്ത് ഇങ്ങനെ സമ്മതിക്കും. ഇപ്പം ആ ബ്ലാക്ക് സ്മിത്തിന്റെ മുന്നിൽ തന്നെ ഒരു ചെറിയ പെട്ടിയിൽ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിനക്കിപ്പോൾ എന്താണ് കാണുന്നത് എന്ന് പറഞ്ഞ് ഏളിങ്ങനെ ചോദിക്കും. അപ്പോൾ ആ ബ്ലാക്ക് സ്മിത്ത്, എൻ്റെ മരണം ഞാനിപ്പോൾ എൻ്റെ കണ്ണിൽ കാണുകയാണ് എന്ന് പറഞ്ഞിങ്ങനെ പറയും. അപ്പോൾ തന്നെ ആ ബ്ലാക്ക് സ്മിത്തിന്റെ മുഖത്തിന് അങ്ങനെ തീയിൽ വെച്ച് തന്നെ അങ്ങനെ കൊല്ലും. റാഗ്നറും എല്ലാവരും കൂടെ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് കൊടുങ്കാറ്റ് കുറഞ്ഞു. എന്നാൽ ഇപ്പോൾ ചുറ്റും എല്ലാവരും കൂടെ ഇങ്ങനെ നോക്കിയിട്ടും എവിടെ നോക്കിയിട്ടും ഒരു നിലപ്പര പോലും കാണുന്നില്ല. ബോട്ടിലുള്ള എല്ലാവരും ഇപ്പോൾ നന്നായിട്ട് ക്ഷീണിതരായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ബോട്ടിൽ തന്നെ ഒരുത്തനുണ്ട്. ഇവൻ്റെ പേരാണ് ഹാൻകോക്ക്. ഈ ഹാൻകോക്ക് ഇപ്പോൾ റാഗ്നറിൻ്റെ മേലെ നന്നായിട്ട് ദേഷ്യപ്പെട്ട് റാഗ്നറിനെ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. റാഗ്നർ ഒരു കഴിവില്ലാത്തവനാണ്. ഇവൻ നമ്മളെല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മളെല്ലാവരെയും മരണത്തിൻ്റെ അടുത്തേക്കാണ് ഇവൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറഞ്ഞ് പേടിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റാഗ്നറും ഇങ്ങനെ നിർത്തി എന്ന് പറയും. എന്ത് പറഞ്ഞിട്ടും അവൻ ഇങ്ങനെ കേൾക്കുന്നത് പോലെ ഇപ്പോൾ റാഗ്നർ ഇങ്ങനെ അവൻ്റെ അടുത്ത് പോയിട്ട് കത്തിയെടുത്ത് അവൻ്റെ കഴുത്തിൽ തന്നെ ഒരറ്റ കുത്തൂത്തിയിട്ട് അവൻ അങ്ങനെ കടലിലെടുത്ത് എറിയും. റാഗ്നർ ആണെങ്കിൽ ഈ ബോട്ടിൽ ഒരു കാക്കയും പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. റോളോനോട് പറഞ്ഞിട്ട് ആ കാക്കയെ പറത്തിവിടാനായിട്ട് പറയും. റോളോയും അപ്പം തന്നെ ആ കാക്കയെ അങ്ങനെ പറത്തിവിടും. ഇപ്പോൾ ഈ കാക്ക കുറേ നേരം കഴിഞ്ഞ് ഈ ബോട്ടിൽ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വെസ്റ്റ് സൈഡിൽ നിലപ്പരപ്പ് ഇല്ല എന്നാണ് അർത്ഥം. അങ്ങനെ ആ കാക്ക കുറേ നേരം കഴിഞ്ഞ് തിരിച്ചു വന്നില്ലെങ്കിൽ ഇവരെ ചുറ്റി ഏതോ ഒരു ദിശയിൽ നിലപ്പരപ്പ് ഉണ്ട് എന്നാണ് അർത്ഥം. റാഗ്നറും കൂടെയുള്ള എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിങ്ങനെ നല്ല വിഷമത്തിലിരിക്കുകയാണ്. ഇവിടെ എവിടെയും ഒരുപക്ഷെ നിലപ്പരപ്പേ ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞ് നല്ല സങ്കടത്തിലിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെയും ആ കാക്ക തിരിച്ചു വരുന്ന ശബ്ദം റാഗ്നറിൻ്റെ ചെവിയിൽ കേൾക്കും. പിന്നെയും ആ കാക്ക മാത്രം ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എവിടെയും ചുറ്റും എവിടെയും തന്നെ നിലപ്പരപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നല്ല സങ്കടത്തിൽ റാഗ്നർ ഇങ്ങനെ പുറത്തു വന്ന് ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കിയത് ഇപ്പോൾ തിരിച്ചു വരുന്നത് ഇവരയച്ചു വിട്ട ആ കാക്കയല്ല, ഇത് വേറെ ഏതൊരു കടൽ പക്ഷിയാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കടൽ പക്ഷി ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ദ്വീപിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരിവിടെ നിൽക്കുന്നതിന് ചുറ്റുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു നിലപ്പരപ്പ് ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പായി. ഇത് കാണുന്ന റാഗ്നറും എല്ലാവരും ഇപ്പോൾ നന്നായിട്ട് സന്തോഷപ്പെടും. ഇപ്പോൾ ഇവരിങ്ങനെ കണ്ണു തുറന്നിങ്ങനെ നന്നായിട്ട് നോക്കിയത് ഇപ്പോൾ ഇവരുടെ കണ്ണിൽ ദൂരത്തിൽ ഒരു നിലപ്പരപ്പ് കാണും. ആ നിലപ്പരപ്പിലാണെങ്കിൽ ദൂരത്തിൽ നിന്ന് ഒരു പ്രീസ്റ്റ് ഇങ്ങനെ നടന്നു പോകുന്നതും കാണും. ഇപ്പം ഇങ്ങനെ ഇവരിങ്ങനെ ബോട്ടിൽ വരുന്നത് കാണും. ഇത് കാണുന്ന ആ പ്രീസ്റ്റ് പേടിച്ച് വിറച്ചിട്ട് ഗ്രാമത്തിനുള്ളിൽ പോയി എല്ലാവരുടെ അടുത്തും പറയും. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും പ്രീസ്റ്റ് മാത്രമാണ്. എല്ലാവരും ഇപ്പോൾ പേടിച്ച് ചർച്ചിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒളിഞ്ഞിരിക്കും. ഇപ്പോൾ റാഗ്നറും കൂടെയുള്ള എല്ലാവരും ഇങ്ങനെ കൊള്ളയടിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഇപ്പോൾ അവരുടെ ഗ്രാമത്തിലെ ചുമരിനെ ഇങ്ങനെ പൊളിച്ചിട്ട് വൈക്കിങ്സ് എല്ലാവരും ഉള്ളിൽ പോകും. എല്ലാവരും കൂടെ ആ ഗ്രാമത്തിൽ ഇങ്ങനെ ചുറ്റും നടക്കും. ഇപ്പോൾ അടുത്തുള്ളൊരു ചെറിയ ചർച്ചിൽ നിന്നൊരു ചെറിയ സൗണ്ട് കേൾക്കും. അപ്പം തന്നെ എല്ലാവരും കൂടെ അതിനുള്ളിൽ പോകും. അതിനുള്ളിൽ പോയത് അപ്പം ആ ഫാദർ ഇവരെല്ലാവരെയും കണ്ടിട്ട് ഒരേ കത്ത് കത്തും. എന്നിട്ട് എന്തൊക്കെയോ മന്ത്രമൊക്കെ ഇങ്ങനെ പറയും. ഇത് കാണുന്ന റോളോയാണെങ്കിൽ ഒന്നും ആലോചിക്കാതെ അപ്പം തന്നെ ആ ഫാദറിനെ കൊല്ലും. ഇത് കാണുന്ന ബാക്കി എല്ലാവരും പേടിച്ച് വിറച്ച് ഇങ്ങനെ കത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചോടും. നമ്മുടെ വൈക്കിങ്സ് ആണെങ്കിൽ ഇവരാരെയും ചുമ്മാ വിടില്ല. എല്ലാവരെയും മുടിക്ക് വെട്ടി കൊല്ലും. കുറച്ച് നേരത്തേക്ക് അവിടെ മൊത്തം അങ്ങ് ചോരപ്പുഴ തന്നെ.
ഇപ്പൊ റാഗ്നറും എറിക്കും പിന്നെ എറിക്കിന്റെ മകൻ ലീഫും ഇവരെ 3 പേരും കൂടെ ഒരു ചർച്ചിന്റെ ഉള്ളിൽ പോകും. അവിടെ പോയി നോക്കിയത് അവിടെ കുറെ ട്രഷറൊക്കെ കാണും. അതായത് സിൽവർ, ഗോൾഡ്, ഡയമണ്ട് ഇതൊക്കെ തന്നെ. ഇപ്പൊ ലീഫ് ഇത്രയും ട്രഷർ ഉണ്ടായിട്ട് ഇവരെന്തുകൊണ്ടാണ് ഇതൊന്നും പ്രൊട്ടക്ട് ചെയ്യാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ റാഗ്നർ പറയും ഇതെല്ലാം ഇവരുടെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും, അത് കാരണം കൊണ്ടായിരിക്കും ഇവരിങ്ങനെ എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ എറിക്ക് പറയും ഇതാ ഈ ചത്ത് കിടക്കുന്നത് കണ്ടോ, ഇതാണ് ഇവരുടെ ദൈവം, ഈ ക്രോസ് ആയിട്ട് തൂക്കിയിട്ട് ഈ ദൈവമാണോ ഇതെല്ലാം വന്ന് സംരക്ഷിക്കാൻ പോകുന്നത്. ഇപ്പൊ ലീഫ് പറയും ചത്ത് കിടക്കുന്ന ഇവരുടെ ദൈവത്തിനെ കൊണ്ട് ഇതൊന്നും ഒരിക്കലും സംരക്ഷിക്കാനേ സാധിക്കില്ല, നമ്മുടെ ഓഡിൻ, തോർ, ഫ്രയാൻ ഇവരെ പോലൊന്നും ജീവനോടെയൊന്നും ഇല്ലല്ലോ ഇവരുടെ ദൈവം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. അയ്യോ, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ വിശദീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതുപോലെ പറയുന്നത്. ഈ കഥയിൽ എന്താണോ പറയുന്നത് അത് ഞാൻ വിശദീകരിച്ചു പറയുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറിയെന്ന് തോന്നുന്നു. സോറി, നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇപ്പം ആ സ്ഥലത്ത് തന്നെ ഒരു മേശയുടെ അടിയിലായിട്ട് ഒരാളിങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ആ പ്രീസ്റ്റിനെ റാഗ്നർ ഇങ്ങനെ വലിച്ചെടുക്കും. ആ ഒളിഞ്ഞിരിക്കുന്ന പ്രീസ്റ്റ് വേറെ ആരുമല്ല, ആത്ലിസ്റ്റനാണ്. ആത്ലിസ്റ്റിന്റെ കയ്യിൽ തന്നെ ഒരു ബുക്കുണ്ട്, റിലീജിയസ് ബുക്കാണത്, ബൈബിൾ ആണെന്ന് തോന്നുന്നു. ആ ബുക്കിനെ റാഗ്നർ ഇങ്ങനെ തുറന്നു നോക്കും, അത് ഗോൾഡ് ആണോ സിൽവർ ആണോ എന്ന് പറഞ്ഞ്. പക്ഷേ ഇത് വെറൊരു പേപ്പറാണല്ലോ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിനെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും. ഇപ്പം ആത്ലിസ്റ്റൻ പറയും ദൈവം മാത്രം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നോർവേ ഭാഷയിൽ പറയും. വൈക്കിങ്സ് ജനങ്ങൾ എല്ലാവരെയും നോർത്ത് എന്നാണ് പറയുന്നത്. ഇവർ സംസാരിക്കുന്ന ഭാഷയാണ് നോർവീജിയൻ ഭാഷ. വെസ്റ്റിലുള്ള ജനങ്ങൾ എപ്പോഴും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരുള്ളത് ഇംഗ്ലണ്ടിലാണ്. അത് കാരണം കൊണ്ട് ആത്ലിസ്റ്റൻ ക്രിസ്ത്യാനിറ്റിയുടെ മിഷനറി ലോകം മൊത്തം പരത്താനായിട്ട് പല രാജ്യങ്ങളിലായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം അവൻ കാത്തഘട്ടിലും വന്നിട്ടുണ്ട് അത്ര. അത് കാരണം കൊണ്ടാണ് ഇതുപോലെ നോർവീജിയൻ ലാംഗ്വേജ് അറിയുന്നത്. ഇപ്പോൾ റാഗ്നർ ഉള്ള ഈ സ്ഥലത്തേക്ക് റോളോയും വരും. ഇപ്പോൾ റോളോയ്ക്കാണെങ്കിൽ ഒരേ അത്ഭുതം, എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്താണെങ്കിൽ ഒരു പെണ്ണ് പോലും ഇല്ലത്രേ. ഇപ്പം അങ്ങനെ ദേഷ്യം വന്നിട്ട് ആത്ലിസ്റ്റിന്റെ നേരെ പോയിട്ട് അവനെ കൊല്ലാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പോൾ റാഗ്നർ വേണ്ട എന്ന് പറഞ്ഞ് തടുക്കും. ഇപ്പോൾ റോളോയ്ക്കാണെങ്കിൽ പിന്നെയും നന്നായിട്ട് ദേഷ്യം വരും. എന്താണെന്ന് വെച്ചാൽ റാഗ്നർ മുന്നിൽ പറഞ്ഞതാണ് നമ്മൾ രണ്ടുപേരും എപ്പോഴും ഈക്വലാണെന്ന്, എന്നാൽ ഇപ്പോൾ കൊല്ലണ്ട എന്ന് പറഞ്ഞ് ആജ്ഞയൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പോൾ റോളോ അവന്റെ ദേഷ്യം അവിടെയുള്ള കുരിശിന്റെ മേലെ കാണിക്കും. ആ കുരിശിനെ അങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് പോകും. ഫ്ലോക്കി ഇപ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പോകും. അവിടെ കുറേ പേപ്പറൊക്കെ ഉണ്ട്. ആ പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഫ്ലോക്കിക്കാണെങ്കിൽ ഇപ്പോൾ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അടുത്തൊരു വിളക്കുണ്ടാവും. ആ വിളക്കിൽ ഈ പേപ്പറിനെ ഇങ്ങനെ കത്തിക്കും. ഈ പേപ്പർ ഇങ്ങനെ കത്തുന്നത് കണ്ടതും ഫ്ലോക്കിക്കാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് സന്തോഷം വരും. അവിടെയുള്ള എല്ലാ പേപ്പറിനെയും ഇങ്ങനെ കത്തിച്ചിട്ട് ആ ബിൽഡിങ്ങിനെ മൊത്തം ഇങ്ങനെ ഇട്ട് കത്തിക്കും. ഈ സമയം നോക്കി റാഗ്നറും കൂടിയുള്ള എല്ലാവരും അവിടെയുള്ള എല്ലാം കൊള്ളയടിച്ചിട്ട് കുറച്ച് പ്രീസ്റ്റിനെ മാത്രം ഇങ്ങനെ ജീവനോടുകൂടി പിടിച്ചുകൊണ്ട് പോകും അടിമയാക്കാൻ വേണ്ടി. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ വന്ന ബോട്ടിൽ തന്നെ തിരിച്ച് കാത്തഘട്ടിലോട്ട് പോകും. ഇവിടെ വെച്ച് എപ്പിസോഡ് 2 കഴിയുന്നു. ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ കാണാൻ നല്ല ത്രില്ലിംഗ് ആയിട്ടുണ്ടാവും. ഭയങ്കര യുദ്ധവും രക്തക്കളവും ഒക്കെ ആയിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്യൂ, അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതായിരിക്കും.